കേരളത്തിലെ റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നം മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന ഏക കാര്യത്തിന് വേണ്ടി അയാളെ പരസ്യമായി അപമാനിച്ചു. ഒരു MP-യെ, ഒരു ജനപ്രതിനിധിയെ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ അപമാനിച്ച ചരിത്രം ആദ്യമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ. ഉത്തരേന്ത്യക്കാരും നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. നമ്മുടെ കേരളത്തിൽ ആദ്യമാണ്. നാണവും മാനമില്ലാത്ത ചാഴികാടൻ പിന്നെയും ആ പുറകെ നടക്കുന്നുണ്ട്. അയാൾ ഇനിയെങ്കിലും ആ പോക്കും നിർത്തണം, ഇല്ലെങ്കിൽ അയാൾ രാജിവെച്ച് പിരിയണം. നാണക്കേടായിപ്പോയി. അപ്പോൾ റബ്ബറെന്ന് കേട്ടാൽ പിണറായിക്ക് ഹാലിളക്കമാണ്. ആ ഹാലിളക്കമാണ് നമ്മുടെ പാവപ്പെട്ട എന്ന് ഞാൻ പറയും. അതായത് ഒരുമാതിരി മാന്യതയുള്ളവരാണെങ്കിൽ തീരെ പാവപ്പെട്ടവനായിപ്പോയി ഈ ചാഴികാടൻ. ഇത്രയും പുലഭ്യം പറഞ്ഞിട്ട് മിണ്ടാൻ പോലും പറ്റാതെ നടക്കുക. അയാൾ നാണാണോ? എനിക്ക് സംശയമുണ്ട്. ഒരാണത്തമുള്ളവന് സഹിക്കാൻ പറ്റുന്നതാണോ പിണറായി? പരസ്യമായിട്ട് മുഖത്ത് വെക്കാനോട് പറയണ്ടേ? ഞാൻ റബ്ബർ കൃഷിക്കാരൻ വോട്ട് മേടിച്ചോ, എനിക്കിത് പറയണം, തിരുവിതാംകൂറിലാണ്, എൻ്റെ സൗകര്യമാണെന്ന് പറയണം. തൻ്റെ ഇടം അയാൾ കാണിക്കണ്ടേ? അത് കാണിക്കാത്ത ചാഴികാടൻ അത് കാണിച്ചില്ല എന്ന് മാത്രമല്ല, പിറ്റേ ദിവസം രാവിലെയും പിണറായി എടുത്ത് കൈയും കൂപ്പി നിൽക്കുക. അയാൾ നാണം കെട്ടവൻ, വൃത്തികെട്ടവൻ എന്ന വാക്ക് ഉപയോഗിക്കുകയാണ്.